ഇംപ്രൂവ്മെന്റ് എക്സാം മാറ്റി വെക്കുമോ എന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം കൊണ്ട് ഏകദേശം നമ്മുടെ ഒരു 10-12 ഡിസ്ട്രിക്റ്റുകളിൽ വരെ അവധിയായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്ടോബറിൽ നടക്കുന്നത് മാറ്റിവെക്കുമെന്ന്. നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരിക്കലും ആ രീതിയിൽ കൂടെ ചിന്തിക്കേണ്ട. അത് മാറ്റിവെക്കുന്ന രീതിയില്ല. കാരണം അത് ഇതുമായിട്ടൊന്നും ബന്ധമുള്ളതല്ല. ഇപ്പൊ കാരണം സ്കൂളിലൊന്നും +1 ഇംപ്രൂവ്മെന്റ് പഠിപ്പിച്ച് തീർത്തോ ഇല്ലയോ എന്നുള്ള രീതിയിൽ കൂടെ അല്ല. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചവര് ഒന്നുകൂടെ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതല്ല, സ്കൂളിൽ പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് എക്സാം തന്നെയാണ്. കാരണം മറ്റുള്ള എക്സാം പോലെ ഇപ്പോൾ ഓണം എക്സാം ചിലപ്പോൾ മാറ്റി വെച്ചേക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു പബ്ലിക് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് അതിന് സമയമുണ്ട്. ഒക്ടോബറിലല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഉടനടി അങ്ങോട്ട് അവര് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരു പടി പോലും പുറകോട്ട് പോകാതെ 2 പടി മുന്നോട്ട് നിന്ന് പഠിച്ചോ, ഇല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മാർക്ക്. നിങ്ങൾക്ക് അത് കിട്ടി ഓരോ കാര്യങ്ങൾക്ക് എത്തുമ്പോഴാണ് ഈ ഓരോ മാർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഇത്ര കുട്ടികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് 1 മാർക്കിന് ഫെയിലായി. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കാരണം ഒത്തിരി കുട്ടികളാണ് 36 വേണ്ടത് 35 നിൽക്കുന്നു, 34. ഈ 2 മാർക്കുകാർ വളരെ വിഷമത്തിലാണ്. കാരണം അവർക്കൊരു ചെറിയ ഒരൊറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ കൊണ്ടാണ് എഴുതാത്തതിന്റെ പേരിലാണ് 1 വർഷം നഷ്ടപ്പെടുന്നത്. 1 വർഷം തന്നെയാണോന്ന് നമുക്ക് തന്നെ പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്തിരി കൂടുതൽ നിന്ന് പഠിച്ചോട്ടെ. കാരണം കുറവായി കഴിഞ്ഞാലല്ലേ പ്രോബ്ലം, കറക്റ്റ് ആകുമ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തിരി കൂട്ടി പഠിക്കുക. നമുക്ക് കോൺഫിഡൻസോടുകൂടി ജയിക്കുക. നമ്മുടെ ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളെ ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും കറസ്പോണ്ടിങ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് നോട്ട്സും വെച്ചുകൊണ്ട് അങ്ങോട്ട് പഠിക്കുക. എക്സാമിനുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. ഓക്കെ, ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.